Hi, I'm Dr. Zulfat. So this video is related to anesthesia myths versus facts. So the first myth, സർജറിക്ക് 8 മണിക്കൂർ മുന്നേ ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും പറ്റില്ല. ഈസ് ഇറ്റ് ലൈക്ക് ദാറ്റ്? നോ. അതായത് നിങ്ങൾക്ക് സർജറിയുടെ 2 മണിക്കൂർ മുന്നേ വരെ വെള്ളം കുടിക്കാം, പക്ഷേ ക്ലിയർ ലിക്വിഡ്സ് ആയിരിക്കണം. അതായത് ബ്ലാക്ക് കോഫി, ബ്ലാക്ക് ടീ, പിന്നെ ആപ്പിൾ ജ്യൂസ്, വിത്തൗട്ട് പൾപ്പില്ലാത്ത ഏത് ജ്യൂസ് വേണമെങ്കിലും നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. ഭക്ഷണത്തിൻ്റെ കാര്യത്തിലോട്ട് വരുവാണെങ്കിൽ ലാസ്റ്റ് 6 hours വരെ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാവുന്നതാണ്. അതായത് സോഫ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കഴിക്കാം, ബിസ്ക്കറ്റ്സ്, ടോസ്റ്റ്, അങ്ങനെ എന്തെങ്കിലും. ബട്ട് ഡോണ്ട് ഈറ്റ് കുഴിമന്തി ആൻഡ് പൊറോട്ട, ബീഫ്. ഇനി ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ കാര്യത്തിലോട്ട് വരുവാണെങ്കിൽ 4 hours ഫോർ ഹ്യൂമൻ മിൽക്ക് ആൻഡ് 6 hours ഫോർ നോൺ ഹ്യൂമൻ മിൽക്ക്. സെക്കൻഡ് മിത്ത്, ദാറ്റ് ഈസ് സ്പൈനൽ അനസ്തീഷ്യ റിലേറ്റഡ് ടു ബാക്ക് പെയിൻ. അതായത് സ്പൈനൽ അനസ്തീഷ്യ എടുത്തിട്ടുള്ള ആളുകളെ അല്ലെങ്കിൽ നമ്മൾ സ്പൈനൽ അനസ്തീഷ്യ പേഷ്യനോട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അവരുടെ സംശയമാണ് അവർക്ക് ഫ്യൂച്ചറിൽ ബാക്ക് പെയിൻ വരുമോ. ഇത് മെയിനായിട്ട് കണ്ടുവരുന്നത് ഫീമെയിൽസിലാണ്, അല്ലെങ്കിൽ LSCSന് പോസ്റ്റ് ചെയ്ത്, അതായത് സിസേറിയൻ ഡെലിവറിക്ക് പോസ്റ്റ് ചെയ്ത പേഷ്യൻസിലാണ്. അപ്പം നമുക്കിതിൽ 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്നെന്ന് പറയുമ്പോൾ പേഷ്യൻ്റ് റിലേറ്റഡ് ഫാക്ടേഴ്സ്, രണ്ടാമത്തെ അനസ്തീഷ്യ റിലേറ്റഡ് ഫാക്ടേഴ്സ്, മൂന്നാമത്തത് സർജൻ റിലേറ്റഡ് ഫാക്ടേഴ്സ്. ഇനി പേഷ്യൻ്റ് റിലേറ്റഡ് ഫാക്ടേഴ്സിൽ പേഷ്യൻ്റ് ബോഡിയിൽ കാൽഷ്യത്തിൻ്റെ അളവ് കുറയുക, അല്ലെങ്കിൽ പേഷ്യൻ്റ് എക്സസൈസ് ഒന്നും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഒബീസിറ്റി. ഈ 3 കാരണങ്ങളാണ് മെയിനായിട്ട് പേഷ്യൻ്റ് ബാക്ക് പെയിൻ ഉണ്ടാവാനുള്ള റീസൺസ്. സെക്കൻഡ് വൺ ഈസ് അനസ്തീഷ്യ റിലേറ്റഡ് ഫാക്ടേഴ്സ്. ഇപ്പം നമ്മൾ അനസ്തീഷ്യ കൊടുക്കാൻ ഉപയോഗിക്കുന്ന നീഡിൽസ് ഹെയറിനേക്കാളും തിന്നായിട്ടുള്ള നീഡിൽസ് ആണ്. അതുകൊണ്ട് അനസ്തീഷ്യ കൊടുത്തത് കാരണം കൊണ്ട് ബാക്ക് പെയിൻ വരാനുള്ള ചാൻസ് ഈസ് വെരി ലെസ്. വൺ ഈസ് സർജൻ റിലേറ്റഡ് ഫാക്ടേഴ്സ്. ഇപ്പോൾ ഒരു LSCSന് ഏകദേശം സർജന് ഒരു 75 minutesനുള്ളിൽ LSCS ഫിനിഷ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചാൻസസ് ഓഫ് ബാക്ക് പെയിൻ ഇൻ ദ ഫ്യൂച്ചർ ഭയങ്കര കുറവായിരിക്കും. പക്ഷേ അവരൊരു 2 മണിക്കൂറോ 2-2.5 hours ഒക്കെ എടുക്കുവാണെങ്കിൽ ചാൻസസ് ഓഫ് ബാക്ക് പെയിൻ കൂടും. തേർഡ് വൺ ഈസ് പോസ്റ്റ് ഓഫ് നോഷ്യ ആൻഡ് വൊമിറ്റിംഗ്. അതായത് സർജറിക്ക് വരുന്ന ആൾക്കാരുടെ എല്ലാവരുടെയും സംശയമാണ് സർജറി കഴിഞ്ഞാൽ എനിക്ക് ബോധം വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് നോഷ്യയും വൊമിറ്റിങ്ങും വരുമെന്ന്. അതായത് ഈ പോസ്റ്റ് ഓപ്പറേറ്റീവ് നോഷ്യയും വൊമിറ്റിങ്ങും വരാനുള്ള ചാൻസസ് ഉണ്ടോ എന്ന് നമുക്ക് പേഷ്യൻറ്റ് ഫസ്റ്റ് ടൈം ക്ലിനിക്കിൽ വിസിറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതിനൊരു സ്കോറിംഗ് സിസ്റ്റം ഉണ്ട്. സ്കോറിംഗ് സിസ്റ്റത്തിൻ്റെ പേരാണ് അക്ഫിൽ സ്കോറിംഗ് സിസ്റ്റം. അക്കോർഡിംഗ് ടു ദാറ്റ് സ്കോറിംഗ് സിസ്റ്റം ഫീമെയിൽ ജെൻഡർ ആണെങ്കിൽ ചാൻസസ് ഓഫ് പോസ്റ്റ് ഓപ്പറേറ്റീവ് നോഷ്യയും വൊമിറ്റിങ്ങും കൂടുതലാണ് കമ്പയർഡ് ടു മെയിൽ. പിന്നെ രണ്ടാമത്തത്, നിങ്ങളൊരു നോൺ സ്മോക്കർ ആണെങ്കിൽ സ്മോക്കേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ നോൺ സ്മോക്കേഴ്സിന് വൊമിറ്റിങ്ങിന് ടെൻഡൻസി കൂടുതലാണ്. ആൻഡ് തേർഡ് വൺ ഈസ് മോഷൻ സിക്നസ്. നിങ്ങൾ യാത്ര ചെയ്യുന്ന സമയങ്ങളിൽ, കാറിലോ ബസ്സിലോ യാത്ര ചെയ്യുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും വൊമിറ്റിങ്ങിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അങ്ങനത്തെ ആൾക്കാരിലും ഇതിന് ചാൻസ് കൂടും. പിന്നെ നാലാമത്തത് ഡിപ്പെൻസ് ഓൺ ദ ഏത് പെയിൻ റിലീവിങ് മെഡിസിൻസ് ആണ് നമ്മൾ പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡിൽ ഉപയോഗിക്കുന്നതെന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യും. പക്ഷേ എന്നാലും ഒരു പരിധി വരെ ഇന്നത്തെ ന്യൂവർ മെഡിക്കേഷൻസും സ്ട്രാറ്റജീസും ഉപയോഗിച്ച് നമുക്ക് പോസ്റ്റ് ഓപ്പറേറ്റീവ് നോഷ്യയും വൊമിറ്റിങ്ങും നന്നായിട്ട് കുറയ്ക്കാൻ പറ്റും. അടുത്ത മിത്ത്, അവയർനെസ് അണ്ടർ അനസ്തീഷ്യ. അവയർനെസ് അണ്ടർ അനസ്തീഷ്യ എന്ന് വെച്ചാൽ എല്ലാവരും ചോദിക്കുന്നതാണ്, സർജറി നടന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ബോധം വരുമോയെന്ന്. അങ്ങനെ വരാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്, പക്ഷേ ചില ആളുകളിൽ അങ്ങനെ വരാറുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇറ്റ്സ് വെരി റെയർ. പക്ഷേ ഇന്നത്തെ കാലത്ത് നമുക്ക് പേഷ്യൻ്റ് അണ്ടർ അനസ്തീഷ്യയിൽ അവെയർ ആവുന്നുണ്ടോ എന്നറിയാനുള്ള എക്യുപ്മെൻറ്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നേരത്തെ ഒരു സർജറി ചെയ്ത സമയത്ത് പേഷ്യൻ്റ് ഇങ്ങനെ അവെയർനെസ് വന്നിട്ടുണ്ടെന്ന് പേഷ്യൻ്റ് നമ്മളെടുത്ത് പറയുവാണെങ്കിൽ നമുക്ക് ഈ എക്യുപ്മെൻറ്റ്സ് ഉപയോഗിച്ചിട്ട് പേഷ്യൻ്റ് അവെയർനെസ് എപ്പോഴാണ് വരുന്നത്, അല്ലെങ്കിൽ അവെയർനെസ് വരാതിരിക്കാൻ എത്ര ഡെപ്ത് ഓഫ് അനസ്തീഷ്യ വെക്കണമെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. The scariest one is death under anesthesia. അതായത് എനിക്ക് അനസ്തീഷ്യ തന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ബോധം വരാതിരിക്കുമോയെന്ന്. അതായത് അണ്ടർ അനസ്തീഷ്യ ഒരു ഹെൽത്തി ഇൻഡിവിജ്വൽ ഡെത്ത് ആവാനുള്ള ചാൻസസ് ലെസ് ദാൻ 1 in 1 lakh. നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ പറയാം, നിങ്ങൾ സർജറിക്ക് വേണ്ടി വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലോട്ട് നിങ്ങൾ കാറിൽ വരുന്നു. ഇങ്ങനെ വരുമ്പോൾ എന്തെങ്കിലും ആക്സിഡൻറ്റ് ഉണ്ടാവാനും അല്ലെങ്കിൽ ആ സമയങ്ങളിൽ എന്തെങ്കിലും അപകടം സംഭവിച്ച് നിങ്ങൾക്ക് ഡെത്ത് ആവാനുള്ള ചാൻസ് 1000 times കൂടുതലാണ് അണ്ടർ അനസ്തീഷ്യ ഡെത്ത് ആവാനുള്ളതിനേക്കാളും. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ?